വെൽക്കം ടു എജുഗ്ലോ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സെൽഫ് ഫിനാൻസ് ബി ഡി എസ്. ഇപ്പോൾ എല്ലാവരും കേരള റാങ്കൊക്കെ അറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സെൽഫ് ഫിനാൻസ് ബി ഡി എസിന് കഴിഞ്ഞ ഇയർ ലാസ്റ്റ് ഇയർ 2025 ഓരോ കോളേജസിൽ ഓരോ കാറ്റഗറീസിൻ്റെ അണ്ടറിൽ ലാസ്റ്റ് തേർഡ് ഫേസ് അലോട്ട്മെൻറ്റിൽ കയറിയ റാങ്ക് ഡീറ്റെയിൽസ് അത് വെച്ചിട്ട് നമുക്ക് 2026 ഏകദേശം ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഈ ഇയർ വരും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഗവൺമെൻറ് കോളേജസിൻ്റെ 6 ഗവൺമെൻറ് കോളേജസിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് ഏതുവരെ പോകും കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ കാണുക. ഇതിൽ നമ്മൾ നോക്കണേ സെൽഫ് ഫിനാൻസ് ഡെൻ്റൽ കോളേജസിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഇത്രയും സെൽഫ് ഫിനാൻസ് കോളേജസ് ഉണ്ട് ഇതിൻ്റെ അടിയിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് അന്നൂർ ഡെൻ്റൽ കോളേജ് പുതുപ്പടി മൂവാറ്റുപുഴ നോക്കുമ്പോൾ SMൻ്റെ അണ്ടറിൽ ഏകദേശം 18,415 വരെ കയറിയിട്ടുണ്ട്. EZൽ 23,749, MUൽ 21,808, BHൽ 19,415, LAൽ 22,493, DVൽ 22,351, VKൽ 24,712, BXൽ ഓൾറെഡി ഫില്ലായി ആ കോളേജിൽ, KNൽ 22,638, SCയിൽ 21,273, STയിൽ 35,448, EWൽ 37,442. അടുത്ത ശ്രീ ആഞ്ജനേയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ സയൻസിൽ നോക്കുമ്പോൾ കോഴിക്കോടിലെ കോളേജിൽ SMൽ 29,512, EZൽ 43,357, MUൽ 34,174, BHൽ 32,165, LAൽ 35,355, DVൽ 30,323, VKൽ 32,056, BXൽ 30,303, KNൽ 34,150, KUൽ 42,757, SCയിൽ 31,907, STയിൽ 41,933 ആൻഡ് EWൽ 32,920. അടുത്ത അസീസിയ കോളേജ് ഓഫ് ഡെൻ്റൽ സയൻസ് മിയന്നൂർ കൊല്ലത്ത് നോക്കുമ്പോൾ SMൽ 29,125, EZൽ 39,634, MUൽ 32,110, BHൽ 29,809, LAൽ 34,260, DVൽ 31,489, VKൽ 31,380, KNൽ 44,475, KUൽ 41,073, SCയിൽ 30,564 ആൻഡ് STയിൽ 44,704. അപ്പോൾ ആദ്യത്തെ 3 സെൽഫ് ഫിനാൻസ് കോളേജസ്. ഇനി അടുത്തത് എഡ്യൂക്കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ സയൻസ് മലപ്പുറത്ത് SMൽ 28,073. അപ്പോൾ ഏകദേശം ഞാൻ അത് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ അല്ലാണ്ട് എക്സ്റ്റെൻഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് കിട്ടാൻ ഭാഗം. കാരണം ഞാൻ ഓരോ ഭാഗങ്ങളായിട്ട് പറയാൻ വെച്ചിട്ടാണ്. EZൽ 43,614, അടുത്ത MUൽ 30,714, BHൽ 31,392, LAൽ 36,959, DVൽ 31,304, VKൽ 36,518, BXൽ 30,569, KNൽ 41,559, KUൽ 44,447 ആൻഡ് SCയിൽ 31,518, STയിൽ 40,831. അടുത്ത ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ സയൻസ് കോതമംഗലം നോക്കുമ്പോൾ SMൽ 27,371, EZൽ 37,107, MUൽ 33,463, BHൽ 33,524, LAൽ 33,963, DVൽ 32,889, VKൽ 36,306, BXൽ 29,815, KNൽ 38,206, KUൽ 37,966, SCയിൽ 29,209, STയിൽ 43,969. അടുത്ത കണ്ണൂർ ഡെൻ്റൽ കോളേജ് അഞ്ചരക്കണ്ടി കണ്ണൂർ നോക്കുമ്പോൾ 32,702 SMൽ, EZൽ 43,854, MUൽ 36,789, BHൽ 35,492, LAൽ 38,656, DVൽ 33,494, VKൽ 37,584, BXൽ 33,514, KNൽ 37,062, KUൽ 44,319, SCയിൽ 33,833, STയിൽ 42,669. അടുത്ത KMCT ഡെൻ്റൽ കോളേജ് ഒരാൾ കമൻറ്റ് ബോക്സിൽ നിന്ന് ചോദിച്ചിരുന്നു KMCT ആണോ ഏതോ രണ്ട് കോളേജിനെ കമ്പയർ ചെയ്ത് ചോദിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് കയറി ഇത് വെച്ചിട്ട് ഏകദേശം ഒന്ന് കമ്പയർ ചെയ്യാം. ബിക്കോസ് ലാസ്റ്റ് അത്രയും ലോ റാങ്കിൽ ഒരു കോളേജിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എന്ന് വെച്ചാൽ കുട്ടികൾ ഹൈ സ്കോറിലൊരു കയറിക്കണം വേറെ കോളേജസിലാണ്. പക്ഷേ അത് വിചാരിച്ച് നമ്മൾക്ക് രണ്ട് കോളേജിനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ നോക്കിയിട്ടൊന്നും. കാരണം ഓരോ കുട്ടികൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ഒരു കുട്ടികളും പ്രയോറിറ്റി ലിസ്റ്റിൽ ചിലവർ എന്ത് ചെയ്യും, പ്രയോറിറ്റി ലിസ്റ്റ് റെഡിയാക്കുമ്പോൾ ഫസ്റ്റ് ഡ്രീം കോളേജ് അങ്ങനെ ഇങ്ങനെയും കൊടുക്കും. ചിലവർ എന്താ വെച്ചാൽ വീടിൻ്റെ അടുത്തുള്ള കോളേജ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നവരുണ്ട്. ഓക്കെ, പോയി വരാൻ എളുപ്പത്തിന് ഹോസ്റ്റൽ ഫീ അങ്ങനെ ഇതൊക്കെ കുറക്കാൻ വേണ്ടി എടുത്ത് നോക്കുന്നവരുണ്ട്. ചിലവർ അവർക്ക് എത്ര ഡിസ്റ്റൻസ് ആയാലും കുഴപ്പമില്ല ഡ്രീം കോളേജ് ഫസ്റ്റ് പ്രയോറിറ്റിയിൽ കൊടുക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ പ്രയോറിറ്റി ഓർഡർ കൊടുക്കേണ്ടതെന്നൊക്കെ ഏകദേശം ഞാൻ പറഞ്ഞു തരണ്ട്. അടുത്ത KMCT ഡെൻ്റൽ കോളേജ് മുക്കത്ത് നോക്കുമ്പോൾ SMൽ 16,241, EZൽ 19,261, MUൽ 17,717, BHൽ 17,366, LAൽ 27,260, DVൽ 26,586, VKൽ 20,868, BXൽ 19,288, KNൽ 30,156, KUൽ 30,503, SCയിൽ 23,455, STയിൽ 37,397 ആൻഡ് EWയിൽ 29,366. അപ്പോൾ ഇത്രയും നോക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇത്രയും നമ്മളിപ്പോൾ MUനെ നോക്കുകയാണെങ്കിൽ ഇത് അത്രയും
ഏകദേശം ഇത്ര കോളേജ് 32,000 കില്ലോർ കയറിയിട്ട് 34,000 വരെ MUവിൻ്റെ അണ്ടറിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കേരള റാങ്ക് ഒരു 30,000 കില്ലോർ ആണെങ്കിൽ നിങ്ങൾ സേഫ് ആണ്. ബിക്കോസ് നിങ്ങൾക്ക് എവിടെയും MUവിൻ്റെ അണ്ടറിൽ കിട്ടാതിരിക്കില്ല. ബിക്കോസ് തേർഡ് ഫേസ് അലോട്ട്മെൻറ്റിൽ ഇത്രയും കയറിയിട്ടുണ്ട്. സെൽഫ് ഫിനാൻസിൻ്റെ കാര്യം പറയുന്നത് ഗവൺമെൻറ് അല്ല. അപ്പോൾ ഗവൺമെൻറ്റിൽ ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് മെറിൽ നോർമൽ ജനറൽ നോക്കുമ്പോൾ തന്നെ ഏകദേശം 32,000 കയറിയ കോളേജസ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി നമുക്കറിയാം ബാക്കി റിസർവേഷൻ കാറ്റഗറീസിനെ കാട്ടിയും കമ്പാരിറ്റീവ്ലി ടൈറ്റ് കോമ്പറ്റീഷൻ ജനറലായിരാണ്. ശരിക്കും അവർക്ക് എത്ര നല്ല സ്കോർ ആണെങ്കിലും അവർക്കില്ല ആ ഒരു റിസർവേഷൻ കുറവാണ്. അപ്പോൾ ജനറലാർക്കാണ് എപ്പോഴും ടൈറ്റായിട്ട് കോമ്പറ്റീഷൻ വരാറ്. ഇപ്പോൾ സെൽഫ് ഫിനാൻസിൽ നോക്കുമ്പോൾ കുഴപ്പമില്ലാതെ 32,000 ഒക്കെ വരെ ഏകദേശം ഇവിടെ കണ്ണൂർ ഡെന്റൽ കോളേജിൽ ലാസ്റ്റ് ഇയർ തേർഡ് ഫേസ് അലോട്ട്മെൻറ്റിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, അത് ഇത്രയും നോക്കിയാൽ ഇനി അടിക്ക് കോളേജസ് ഉണ്ട്. അതിൻ്റെയൊക്കെ റാങ്ക് നമുക്ക് കറക്റ്റായിട്ട് നോക്കാം. അടുത്തത് ആണെങ്കിൽ മാർബേസ്ലെസ് ഡെന്റൽ കോളേജിൽ SMൻ്റെ അണ്ടറിൽ 13,646, EZൽ 16,924, MUവിൽ 14,036, LAയിൽ 14,734, DVയിൽ 14,027, VKയിൽ 15,154, BXൽ 14,512, അടുത്ത SC 20,834, ST 34,011 ആൻഡ് EWയിൽ 17,399. അടുത്ത MES ഡെന്റൽ കോളേജ് പെരിന്തൽമണ്ണ നോക്കുമ്പോൾ SMയിൽ 19,856, EZൽ 35,865, MUവിൽ 21,061, BHൽ 20,662, LAയിൽ 35,048, DVയിൽ 25,666, VKയിൽ 24,197, BXൽ 20,887, KNൽ 22,261, KUവിൽ 30,822, SCയിൽ 27,484 ആൻഡ് STയിൽ 39,276, EWയിൽ 41,385. ഓക്കെ, ഇനി അടുത്ത പറയുകയാണെങ്കിൽ മലബാർ ഡെന്റൽ കോളേജ് എടപ്പാൾ കോളേജാണ്. മലബാർ ഡെന്റൽ കോളേജ് നോക്കുമ്പോൾ SMൽ 28,433, EZൽ നോക്കുമ്പോൾ 41,335, MUവിൽ നോക്കുമ്പോൾ 32,907, അടുത്ത BHൽ നോക്കുമ്പോൾ 34,757, LA നോക്കുമ്പോൾ 38,638, DVയിൽ നോക്കുമ്പോൾ 33,247, VKയിൽ നോക്കുമ്പോൾ 33,828, BXൽ 30,693, KNൽ 32,879, KUവിൽ 37,708, SCയിൽ 31,679, 42,370, EWയിൽ. അടുത്ത നൂറുൽ ഇസ്ലാം കോളേജ് ഓഫ് ഡെന്റൽ സയൻസ് നെയ്യാറ്റിൻകര SMൽ 26,493, EZൽ 34,263, MUവിൽ 33,728, BHൽ 27,095, BHൽ 27,462. അടുത്തത് LA. ഇങ്ങനെ ഇത്രയും കോളേജസിൻ്റെയാണ്. ഇപ്പോൾ ഇത്രയും കാറ്റഗറീസ് നോക്കുക. ഇനി ബാക്കി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം ഞാൻ കമ്പയർ ചെയ്ത് തരാം. കാരണം ഇത് ഓവർ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ ഓക്കെ ഇതിൻ്റെ ഫില്ല് ചെയ്യുക. BXൽ 27,101, KNൽ KUവിൽ 40,611, SC 30,187 ആൻഡ് EW 39,698. ഇത് നമ്മളിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ വീഡിയോ എക്സ്റ്റെൻഡ് ആയി പോവുകയാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ ഏകദേശം ഒരു കമ്പാരിസൺ പറഞ്ഞുതരാം. ഓക്കെ, അത് നോക്കുമ്പോൾ ഇത് വെച്ചിട്ട് നോക്കാം. ഇപ്പോൾ ഇത്രയും കോളേജസ് ഇതാ പുഷ്പഗിരി മുതൽ ഇതുവരെ ഞാൻ ജസ്റ്റ് ഒരു കമ്പാരിസൺ, കാരണം ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇപ്പോൾ SMൻ്റെ അണ്ടറിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കയറിക്കുന്നത് 32,494 ശ്രീ ശങ്കര ഡെന്റൽ കോളേജ് അകത്തമൂർ വർക്കലയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 30,000 ഇല്ലേ സ്റ്റേറ്റ് മെറിറ്റിൽ ആൾക്ക് എവിടെ കിട്ടുക? ശ്രീ ശങ്കര ഡെന്റൽ കോളേജിൽ കിട്ടുക 30,000. 32 കറക്റ്റ് വരില്ല, കാരണം പ്ലസ് ഓർ മൈനസ് വരാടാ. കാരണം ഈ ഇയറിൻ്റെ അതേ കട്ട് ഓഫ് എല്ലാം അടുത്ത് ഇയർ വരാം. ഇയർ വൈസ് നല്ല മാറ്റങ്ങൾ വരാറുണ്ട്. ചിലപ്പോൾ പ്ലസ് ആവാം, ചിലപ്പോൾ മൈനസ് ആവും. അപ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിൽ ഉള്ളവർക്ക് നിങ്ങൾക്ക് ഒരു പ്രെഡിക്റ്റ് ചെയ്യാനാണ്. കഴിഞ്ഞ ഇയറിനെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ വരികയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത് EZൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് ഇതാ 44,000 ആ കോളേജിൽ തന്നെയാണ്. 44,562 തന്നെയാണ് എവിടെ EZൽ കയറില്ല. അപ്പോൾ ഏകദേശം EZൻ്റെ അണ്ടറിൽ 40,000 42,000 വലിയ ആൾക്കാർക്ക് എന്താ തേർഡ് ഫേസ് ആണ്. ഫസ്റ്റിലും സെക്കൻഡിലും എന്നല്ല തേർഡൊക്കെ ആകുമ്പോഴത്തേ അവിടെ കയറാൻ ചാൻസ് ഉണ്ട്. അടുത്ത MUവിൻ്റെ അണ്ടറിൽ നോക്കുമ്പോൾ നിങ്ങൾ നോക്കി ഏറ്റവും കൂടുതൽ കയറിക്കുന്നത് ആ കോളേജിൽ തന്നെ 38,468. അപ്പോൾ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഏറ്റവും ലോവർ കട്ട് ഓഫിൽ കയറിയിരിക്കുന്നത് ശ്രീ ശങ്കര ഡെന്റൽ കോളേജിലാണ്. ഓക്കെ, ഇനി അടുത്ത BHൻ്റെ അണ്ടറിൽ നോക്കുകയാണെങ്കിൽ അവിടെ തന്നെയാണ് കയറിയിരിക്കുന്നത് 35,112. BHൻ്റെ അണ്ടറിൽ ഇത്രയും കോളേജസ് പുഷ്പഗിരി, PMS, PSM, റോയൽ ഇത്രയും കോളേജ് നോക്കുമ്പോൾ അവിടെ തന്നെയാണ്. അടുത്ത LAൻ്റെ അണ്ടറിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് അവിടെ തന്നെയാണ് 42,196. അടുത്ത DVയിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നതും അവിടെ തന്നെയാണ് 33,877. VKൻ്റെ അണ്ടറിൽ നോക്കുമ്പോൾ അവിടെ തന്നെയാണ് 41,833. BXൽ നോക്കുമ്പോൾ അവിടെ തന്നെയാണ് 32,625. KUവിൽ നോക്കുമ്പോൾ അവിടെ തന്നെയാണ് 43,408. SCയിൽ നോക്കുമ്പോൾ അവിടെ തന്നെയാണ് 33,411.
എസ് ടിയിൽ നോക്കുമ്പോൾ ലാസ്റ്റ് കയറിയിരിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ 43,449 അത് PSM കോളേജാണ്. EWയിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 42,273 അത് ശ്രീ ശങ്കര കോളേജ്. അപ്പോൾ എനിക്ക് പറയാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശ്രീ ശങ്കര കോളേജ് വർക്കലയുടെ അടുത്തുള്ള ഉൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചോയ്സ് ഫില്ലിങ്ങിൽ വർക്കല ഫസ്റ്റ് കൊടുക്കണം. വീടിൻ്റെ അടുത്താണ്, അപ്പോൾ പോയി വരെ എളുപ്പമാണെങ്കിൽ വർക്കല ഫസ്റ്റ് കൊടുക്കാം. ഇനി അല്ലാത്ത ഇപ്പോൾ ഏകദേശം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ MUൻ്റെ അണ്ടറിൽ ഒരു 34,000 ഒക്കെ കേരള റാങ്ക് വരുന്ന ഒരു കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് വർക്കല ഇഷ്ടമൊന്നുമില്ല, എന്നാലും ആ കുട്ടിക്ക് കുഴപ്പമില്ല, കിട്ടിയാൽ പോകുന്ന വെച്ചാൽ ലാസ്റ്റ് എവിടെയും കിട്ടിയില്ല കുട്ടി വർക്കലേ പോകും. അങ്ങനെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഇപ്പോൾ MUൻ്റെ അണ്ടറിലൊക്കെ നോക്കുകയാണെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യുക, വർക്കല ലാസ്റ്റ് കൊടുത്താൽ മതി. ഓക്കെ, അണ്ടറിൽ ഇത് ലാസ്റ്റ് കൊടുത്താൽ മതി. ഈ 35,000 ഒക്കെ ഉള്ളൊരു കുട്ടിയാണെങ്കിൽ ശ്രീ ആഞ്ജനേയ കോളേജ് എന്ത് ചെയ്താൽ മതി, ലാസ്റ്റ് കൊടുത്താൽ മതി. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് സേഫർ ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും ഇപ്പോൾ ഇത്രയും മുകളിൽ കൊടുത്ത കോളേജസ് ഒന്നും കിട്ടിയില്ല, നിങ്ങൾക്ക് എവിടെ കിട്ടും, ഉറപ്പായിട്ട് ശ്രീ ശങ്കര കോളേജിൽ കിട്ടും. ഓക്കെ, ഞാൻ പറയുന്ന ഉദ്ദേശം മനസ്സിലാവേണ്ടി വിചാരിക്കണേ. കാരണം നിങ്ങൾക്ക് ഒരു സേഫർ ഓപ്ഷൻ വേണ്ട. അതല്ല വർക്കല ഫസ്റ്റ് ഇഷ്ടമുള്ള കുട്ടിയാണെങ്കിൽ ഫസ്റ്റേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വർക്കല കിട്ടിയാൽ പോകും, ഏത് കോളേജ് കിട്ടിയാലും പോകും. പക്ഷേ എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഇതാണ്. എന്നാൽ വർക്കല കിട്ടിയാലും ഞാൻ പോകുന്നുള്ളൊരു കുട്ടികളാണെങ്കിൽ വർക്കല ലാസ്റ്റ് കൊടുക്കുക. ബിക്കോസ് നിങ്ങൾക്ക് ഇത്രയും മുകളിലത്തെ 3 ഓപ്ഷൻസിൽ കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് വർക്കല കിട്ടുമെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് ഏകദേശം പ്രയോറിറ്റി സെറ്റ് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് എപ്പോൾ നിങ്ങളുടെ ഡ്രീം നിങ്ങൾക്ക് കിട്ടുമോ കിട്ടാത്തതല്ല, ഏറ്റവും കൂടുതൽ കട്ട് ഓഫിലെ കോളേജിനെ ഫസ്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടണം കിട്ടാത്തൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. എപ്പോഴും ഡ്രീം കോളേജിൻ്റെ റാങ്ക് ഇത്രയേ ഉള്ളൂ, ഞാൻ അവിടെ കൊടുത്തിട്ട് കാര്യമുണ്ടോ എന്നല്ല, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജ് ഫസ്റ്റ് കൊടുക്കുക. പിന്നെ സെക്കൻഡ് നിങ്ങൾക്കൊരു താല്പര്യമുണ്ട്, പക്ഷേ ഒരു 50-50% ബിക്കോസ് നിങ്ങൾക്ക് കിട്ടും ചിലപ്പോൾ കിട്ടില്ല, അങ്ങനെ ഒരു ഇതിൽ സെക്കൻഡ് കൊടുക്കുക. നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ച് മാത്രം ലാസ്റ്റ് എന്ത് ചെയ്യുക, സേഫർ ഓപ്ഷൻസ് കൊടുക്കുക. സേഫർ ഓപ്ഷൻസ് കൊടുക്കാൻ പറയുന്നത് വെച്ചാൽ നീ ഫസ്റ്റ് ഈ 2 ടയർ എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ടയർ പറയുന്നത് നിങ്ങളുടെ ഏറ്റവും ഡ്രീം, രണ്ടാമത്തെ നിങ്ങളുടെ റിയലിസ്റ്റിക്. ഈ 2 ടയറിലും കിട്ടിയിട്ടില്ലെങ്കിൽ ടയർ 3യിൽ നിങ്ങൾ കയറാനാണ്. ടയർ 3 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സേഫർ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രയോറിറ്റി ഓർഡർ ഇനി നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ബാക്കി. കാരണം ഞാൻ ഒരാൾക്ക് പ്രയോറിറ്റി ഓർഡർ സെറ്റ് ചെയ്ത് തന്നാൽ പലർക്കും ഡിഫറെൻ്റ് ആവും. കാരണം അവർക്ക് വീടിൻ്റെ അടുത്ത് അവർക്ക് അവിടുത്തെ ഫീസ് ബാക്കി. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെൻ്റലിനൊക്കെ പുഷ്പഗിരി കോളേജിൽ ഫീസ് ഡിഫറെൻ്റാണ്. ഞാൻ ഓൾറെഡി ഇന്നലെ വീഡിയോ ചെയ്തതിൽ പറയുന്നത് പുഷ്പഗിരിത്തെ കോളേജ് ഫീസ് ഡിഫറെൻ്റാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓരോരുത്തർക്ക് പ്രയോറിറ്റി മാറും. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് ഇപ്പോൾ ഇത്രയും കണ്ട സ്ഥിതിക്ക് നിങ്ങളുടെ ഐഡിയക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രയോറിറ്റി ഓർഡർ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ എനിക്ക് വീണ്ടും പറയാനുള്ളത് കീമിൻ്റെ അണ്ടറിൽ ഇതിൽ നിങ്ങൾ ഫസ്റ്റിൽ കൊടുത്ത ചോയ്സ് ഫില്ലേറ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്യുമല്ലോ, ആ ചോയ്സ് ഫില്ലിങ് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് യൂസ് ചെയ്യുള്ളൂ കേട്ടോ. പുതിയതായിട്ട് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വീണ്ടും പറയുന്നത് വെച്ചാൽ ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ MBBS കൊടുത്ത് സെക്കൻഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് BDS കൊടുക്കാറുണ്ട്, അങ്ങനെ ഒരിക്കലും തോന്നിയിട്ട് കാര്യമില്ല. കാരണം സെക്കൻഡിൽ നിങ്ങൾക്ക് വീണ്ടും ആഡ് ചെയ്യാൻ പറ്റില്ല. റീഅറേഞ്ചിങ്ങും ഡിലീറ്റ് ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ വീണ്ടും ആഡിങ് ഓപ്ഷൻ ഇല്ല. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 14 കോളേജ് നിങ്ങൾ കൊടുത്താൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് 12ാമത്തെ കോളേജ് കിട്ടിയാൽ അതിൻ്റെ അടിയത്തെ 13-14 ക്യാൻസലായി. സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ നിങ്ങൾ ആ ചോയ്സ് ഫില്ലിങ്ങിൽ ഉണ്ടാവുക 1 മുതൽ 12 വരെയുള്ള കോളേജാണ്. ഓക്കെ, അപ്പോൾ 12 വരെയുള്ള കോളേജ് നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാം. ഞാൻ ഇന്ന് ഇതിൽ കളയണമെങ്കിൽ കളയുക, പക്ഷേ വീണ്ടും ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് പ്രയോറിറ്റി ഓർഡറൊക്കെ സെറ്റ് ചെയ്തിട്ട് ചോയ്സ് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇതിലൊക്കെ മനസ്സിലായി വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ ഞാൻ പരമാവധി റിപ്ലൈ തരാൻ നോക്കിക്കണം. എന്നാലും കുറേ റിപ്ലൈസ് അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്, ഞാൻ പരമാവധി റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.